മലപ്പുറം ജില്ലയിലെ അറബിക്കടലിനോട് ചേർന്ന് താനൂരിനും വള്ളിക്കുന്നിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഒരു പഴയകാല പട്ടണമാണ് പരപ്പനാട് എന്നറിയപ്പെടുന്ന പരപ്പനങ്ങാടി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരപ്പനങ്ങാടി ആസ്ഥാനമാക്കിക്കൊണ്ട് പരപ്പനാട് രാജവംശമാണ് ഈ പ്രദേശം ഭരിച്ചിരുന്നത്. പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷന് 2 കിലോമീറ്റർ വടക്ക് കിഴക്കായി കോവിലകം റോഡിൽ സഞ്ചരിച്ചാൽ ആ കാലഘട്ടത്തിലെ രാജകോവിലകത്തിൻ്റെ ശേഷിപ്പുകൾ കാണാനായി കഴിയും. പരപ്പനാട് രാജവംശത്തെപ്പറ്റിയും കോവിലകത്തെപ്പറ്റിയും മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ കൂടുതൽ അറിയുന്നതിനായി ആ വീഡിയോ കാണുക. വീഡിയോയുടെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. മധ്യകാലഘട്ടം വരെ നീണ്ടുകിടക്കുന്നതാണ് പരപ്പനങ്ങാടിയുടെ അറിയപ്പെടുന്ന ചരിത്രം. ആ കാലഘട്ടത്തിൽ തെക്കു പടിഞ്ഞാറൻ തീരത്തെ പ്രധാന തുറമുഖ നഗരമായിരുന്നു പരപ്പനങ്ങാടി. പോർച്ചുഗീസുകാരുടെയും യൂറോപ്യന്മാരുടെയും ആഗമനത്തിനു മുമ്പ് കോഴിക്കോട്ടെ സാമൂതിരിയുടെ സമാന്തന്മാരാണ് പരപ്പനാട് നാട് വാണിരുന്നത്. ആ കാലഘട്ടത്തിൽ കച്ചവടത്തിനും കയറ്റുമതിക്കും പേരെടുത്ത തീരദേശ പട്ടണമായിരുന്നു ഇത്. അറബികൾക്കായിരുന്നു ഇവിടുത്തെ വ്യാപാര നിയന്ത്രണ കുത്തക ഉണ്ടായിരുന്നത്. പോർച്ചുഗീസുകാരുടെ വരവോടെ വ്യാപാര മേഖലയിൽ സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഉടലെടുക്കുകയുണ്ടായി. 1573 പോർച്ചുഗീസുകാർ പരപ്പനാട് പട്ടണം തീയിട്ട് നശിപ്പിച്ചതായി കാണാം. പിന്നീട് പോർച്ചുഗീസ് ആധിപത്യത്തിലും മൈസൂർ രാജാക്കന്മാർ മലബാർ പിടിച്ചടക്കിയപ്പോൾ മൈസൂർ ഭരണത്തിന് കീഴിലും അതിനുശേഷം ശ്രീരംഗപട്ടണ ഉടമ്പടി പ്രകാരം മൈസൂർ രാജാക്കന്മാർ മലബാർ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്തപ്പോൾ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലും പരപ്പനാട് നാട്ടുരാജ്യം പരപ്പനങ്ങാടിയായി പ്രയാണം തുടർന്നുകൊണ്ടിരുന്നു. പോർച്ചുഗീസുകാരുടെ അധിനിവേശവും മൈസൂർ രാജാക്കന്മാരുടെ ആക്രമണവും കാരണത്താൽ പരപ്പനാട് നാട്ടുരാജ്യത്തിലെ നാടുവാഴിയും പിന്മുറക്കാരും തിരുവിതാംകൂറിലേക്ക് കുടിയേറി. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ മലബാറിലെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി പരപ്പനങ്ങാടി മാറി. കൊളോണിയൽ കാലഘട്ടത്തിൽ നിർമ്മിച്ച BEM സ്കൂൾ ഇപ്പോഴും പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. 1861 നിലവിൽ വന്ന കേരളത്തിലെ ആദ്യ റെയിൽവേ ലൈനായ ബേപ്പൂർ മുതൽ തിരൂർ വരെയുള്ള പാതയിലെ ഒരു പ്രധാന റെയിൽവേ സ്റ്റേഷനായിരുന്നു പരപ്പനങ്ങാടി സ്റ്റേഷൻ. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ മലബാറിലെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്ന തിരൂരങ്ങാടി, മലപ്പുറം തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് ഇവിടെ നിന്നും വളരെ പെട്ടെന്ന് എത്തിച്ചേരാനായി സാധിക്കും. പരപ്പനങ്ങാടിയിലെ ബസ് സ്റ്റാൻഡാണിത്. മലപ്പുറം, മഞ്ചേരി, കൊണ്ടോട്ടി, കോട്ടക്കൽ, ചെമ്മാട്, മമ്പുറം ഭാഗത്തേക്ക് ഇവിടെ നിന്നും ബസ് സൗകര്യമുണ്ട്. ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് തന്നെയാണ് റെയിൽവേ സ്റ്റേഷനും സ്ഥിതി ചെയ്യുന്നത്. പരപ്പനങ്ങാടി നഗരത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ കിടപ്പ് കാരണം പട്ടണം റെയിൽവേ ലൈനിന് ഇരുഭാഗത്തുമായി വിഭജിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു. അണ്ടർപാസേജ് സൗകര്യവും റെയിൽവേ ഓവർബ്രിഡ്ജും നിർമ്മിച്ചതിലൂടെ ഒരു പരിധിവരെ നഗരത്തെ കൂട്ടിയോജിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. എങ്കിലും കോഴിക്കോട്, താനൂർ, തിരൂർ ഭാഗങ്ങളിലേക്ക് ബസ് ലഭിക്കണമെങ്കിൽ നഗരത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് അഥവാ റെയിൽവേയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള തിരൂർ കടലുണ്ടി റോഡിൽ എത്തിച്ചേരേണ്ടതുണ്ട്. പരപ്പനങ്ങാടിയിൽ ഒരു മജിസ്ട്രേറ്റ് കോടതിയും കുടുംബ കോടതിയും പ്രവർത്തിക്കുന്നുണ്ട്. മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത നോവലായ ഇന്ദുലേഖ എഴുതപ്പെട്ടത് അതിൻ്റെ രചയിതാവായ O. ചന്തുമേനോൻ പരപ്പനങ്ങാടി കോടതിയിൽ ജോലി ചെയ്തിരുന്ന 1880 കാലഘട്ടത്തിലാണ്. മലബാറിലെ പ്രശസ്തമായ മുന്നിയൂർ കളിയാട്ടം നടക്കുന്ന കളിയാട്ടക്കാവ് പരപ്പനങ്ങാടിയിൽ നിന്നും 6 കിലോമീറ്റർ ദൂരെയാണ്. കടലുണ്ടിപ്പുഴയുടെ പ്രാന്തപ്രദേശങ്ങൾ നിലകൊള്ളുന്ന പരപ്പനങ്ങാടിയുടെ കിഴക്കൻ പ്രദേശങ്ങൾ കൃഷിക്കും കാർഷിക മേഖലക്കും പേരെടുത്തതാണ്. ഈ ഭാഗത്ത് വിശാലമായി കൃഷി ചെയ്യുന്ന എക്കൽ പാടശേഖരങ്ങൾ ധാരാളമായി കാണാനായി സാധിക്കും. പരപ്പനങ്ങാടി അങ്ങാടിയിൽ നിന്നും 1 കിലോമീറ്റർ മാത്രം ദൂരമാണ് അറബിക്കടലിൻ്റെ തീരത്തേക്കുള്ളത്. ഇവിടെ മത്സ്യബന്ധനത്തിനായുള്ള ഒരു ഫിഷിംഗ് ഹാർബറിൻ്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മധ്യകാല ചരിത്രത്തിലും കൊളോണിയൽ ചരിത്രത്തിലും കേരളത്തിൻ്റെ കാർഷിക മേഖലയിലും സാംസ്കാരിക പൈതൃകത്തിലും അതിൻ്റേതായ തനത് വ്യക്തിമുദ്ര പതിപ്പിച്ച് പരപ്പനങ്ങാടി അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്.